ബംഗാളിൽ വൻ തിരിച്ചടി ഏറ്റുവാങ്ങി തൃണമൂൽ കോൺഗ്രസ്. ഭവാനിപ്പൂരിൽ ബി.ജെ.പിയുടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് മുഖ്യമന്ത്രി മമതയെ താഴെയിറക്കിയത്. 11,114 വോട്ടുകൾക്കാണ് മമത തോൽവി അറിഞ്ഞത്. നന്ദിഗ്രാമിലും സുവേന്ദു അധികാരി തൃണമൂൽ സ്ഥാനാർത്ഥിയെ വീഴ്ത്തി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, തൃണമൂൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ നിന്നും പുറത്തുപോയി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതായത് തൃണമൂലിൻ്റെ എല്ലാമായ ദീദി അടിപതറിയിരിക്കുന്നു, പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ബി.ജെ.പിയുടെ സുവേന്ദു അധികാരിയാണ് മമതയെ തറ പറ്റിച്ചിട്ടുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, ശ്രീകാന്ത്? ഏകദേശം 15,000 വോട്ടുകൾക്കാണ് നിലവിൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ തറ പറ്റിച്ചിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഏറ്റവും വലിയ വിജയം ഇത് തന്നെയെന്ന് പറയാം. അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് തോറ്റിരിക്കുന്നു. 3 തവണയായി ബംഗാളിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജി തോറ്റിരിക്കുന്നു. ഭവാനിപ്പൂരിൽ 15,000-ലധികം ഭൂരിപക്ഷത്തിന് അവരുടെ നെടുങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ മമതാ ബാനർജി തോറ്റിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഭവാനിപ്പൂരിൽ നേരത്തെ മമതാ ബാനർജി ഞാൻ അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കില്ലെന്നും ഈ സംസ്ഥാനം മുഴുവൻ പ്രചരണത്തിന് ഇറങ്ങുകയാണ് എന്നും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് സുവേന്ദു അധികാരിയെ നന്ദിഗ്രാമിന് പുറമെ ഭവാനിപ്പൂരിൽ കൂടി മത്സരിപ്പിച്ചത്. അവിടെ കടുത്ത മത്സരം ഉയർത്തിയതോടെ മമതാ ബാനർജിക്ക് മറ്റിടങ്ങളിലേക്ക് പ്രചാരണത്തിന് പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സുവേന്ദു അധികാരി അവിടെ ജയിച്ചു, മമതാ ബാനർജി തോറ്റു. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിനെ, മുഖ്യമന്ത്രി എന്ന ഷീലാ ദീക്ഷിത്തിനെ തറ പറ്റിച്ചതിന് തുല്യമായ വിജയം മമതാ ബാനർജിക്ക് അടിപതറിയിരിക്കുന്നു. സമ്പൂർണ്ണ പരാജയം ഈ തോൽവിയോടുകൂടി തൃണമൂലിനുണ്ടായി. തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പരാജയം അവിടെ സംഭവിച്ചിരിക്കുന്നു. ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, CPM-ന്റെ കോട്ടയായിരുന്നല്ലോ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെയാണ് CPM-നോടുള്ള വിരോധമെല്ലാം മുതലാക്കിക്കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ നിന്നും അസ്തമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്കാണ് ബി.ജെ.പി എത്തുന്നത്. അവിടെ കാലങ്ങളായി 3.5 പതിറ്റാണ്ട് കാലം ബംഗാൾ ഭരിച്ച CPM ഇപ്പോൾ ഏക അംഗം വിജയിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെയല്ലേ CPM-ന്റെ അവസ്ഥ, ശ്രീകാന്ത്? CPM-നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അടിപതറിയ അവസ്ഥയിലാണ് ബംഗാളിൽ. തുടർച്ചയായ തോൽവി. 34 കൊല്ലം ഭരിച്ചിരുന്ന പാർട്ടിക്ക് ഇനി ബംഗാളിൽ യാതൊരു സ്ഥാനവുമില്ല. ഇതിനിടയിൽ ഒരു സീറ്റ് കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു അവർക്ക്. ഒരു സീറ്റിൽ നിലവിൽ ജയിച്ചിട്ടുണ്ട്. അത് ആശ്വാസജയം എന്ന് വേണമെങ്കിൽ പറയാം. 34 കൊല്ലം അവിടെ മടക്കി ഭരിച്ചിരുന്ന പാർട്ടിക്കാണ് ഈ ഗതികേട്. വ്യക്തമാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് അടിപതറി. അത് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. 15,000 വോട്ടിന് ലീഡ് ചെയ്തുകൊണ്ട് സുവേന്ദു അധികാരി, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തിയത്. ബി.ജെ.പി ബംഗാളിലേക്ക് ഭരണം ആദ്യമായി ബംഗാളിൻ്റെ ഭരണത്തിലേക്ക് ബി.ജെ.പി എത്തുന്നു.